ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ഈ പ്രഭാതം ഇടയായി തീരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിലൂടെ വെളിപ്പെടുന്ന രണ്ട് ദൈവപ്രവർത്തികളെ കുറിച്ചാണ് പ്രവാചകൻ പ്രവചിച്ച് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ ക്ഷീണിച്ചു പോയാൽ ആ മനുഷ്യന് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയത്തില്ല. ശത്രുവിന് വേഗത്തിൽ ആ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാനായി കഴിയും. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ആരെങ്കിലും ക്ഷീണിച്ചു പോയാൽ ദൈവം അവന് ശക്തി നൽകുന്നു. ഇന്ന് പ്രഭാതത്തിൽ ജീവിതയാത്രയിൽ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ ഹൃദയം ക്ഷീണിച്ച് ഭാരത്തിലും നിരാശയിലും ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലത്തിലല്ല, പ്രത്യുത ബലം നൽകുന്ന ദൈവത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെട്ടാൽ നാം എഴുന്നേൽക്കുവാനായി തുടങ്ങും. ഇവിടെ എഴുതിയിരിക്കുന്നു, ക്ഷീണിച്ചവന് ശക്തി നൽകുന്നു. ആർക്കാ പ്രിയരെ ശക്തിയുടെ ആവശ്യം? ആരെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ശത്രുവിന്റെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം ആരോഗ്യം പോലും ഇല്ലാത്ത നിലയിൽ ബലഹീനപ്പെട്ടിരിക്കുന്നെങ്കിൽ അവന് ശക്തി നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗിദെയോന്റെ ജീവചരിത്രം പഠിച്ചാൽ, ഗിദെയോൻ ഗോതമ്പ് ശത്രുവിന്റെ കയ്യിൽ പെടാതെ മുന്തിരിച്ചക്കിന് അടുക്കൽ വെച്ച് മറഞ്ഞിരുന്ന് അത് മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗിദെയോനെ കണ്ട ദൈവം ഗിദെയോനെ ശക്തീകരിച്ചു എന്ന് പറഞ്ഞാൽ, ആ തലമുറ മുഴുവനും തോറ്റുപോയ ഇടത്ത് വിതയ്ക്കുമെങ്കിലും കൊയ്യുവാൻ കഴിയാത്ത നിലയിൽ നിരാശയും ഭാരവും വേദനകളും കടർന്നു പിടിച്ച് ഒരു തലമുറ മുഴുവനും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവജനത്തെ സംരക്ഷിക്കേണ്ടതിന് ദൈവം ഗിദെയോന് ശക്തി നൽകി എന്ന് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രതിസന്ധികളുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആകുലതയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ആരെങ്കിലും ആത്മികമായും ഭൗതികമായും മാനസികമായും ഒക്കെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഈ തിരുവചനം നമ്മോട് ഇടപെടുകയാണ്. ലോകം ക്ഷീണിച്ചതിനെ മാറ്റി നിർത്തും. ലോകത്തിലുള്ളവർ ക്ഷീണിച്ചു പോയതിനെ കൂടെ കൂട്ടുവാൻ ഇഷ്ടപ്പെടത്തില്ല. നല്ലതിനെയും ആരോഗ്യമുള്ളതിനെയും സൗന്ദര്യമുള്ളതിനെയും യോഗ്യതയുള്ളതിനെയും ലോകം തെരഞ്ഞു പറക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, മഹാദൈവം എന്താ ചെയ്യുന്നത്? കൂട്ടത്തിന്റെ നടുവിൽ ആരെങ്കിലും ക്ഷീണിച്ചു പോയാൽ, കൂട്ടത്തിന്റെ നടുവിൽ ആരെങ്കിലും ബലഹീനപ്പെട്ടു പോയാൽ, ആ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഈ പ്രഭാതത്തിൽ വിഷയം എത്ര വലുതാണെങ്കിലും, കാലുകൾ കുഴഞ്ഞു പോകുന്നെങ്കിലും, പിടയ്ക്കുന്ന ഹൃദയത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിലും, ഞാൻ ഉറപ്പോടെ പറയാം, മുൻപിലുള്ള ദൂരം ഓടി തീർക്കേണ്ടതിന്
അടുത്തതിലേക്ക് കയറിപ്പോകേണ്ടതിന് ഒരു പുതിയ ബലം നമ്മിൽ പകരുന്ന, ഒരു വലിയ ദൈവശക്തി നമ്മുടെ മീതെ പകരുന്ന ദൈവപ്രവൃത്തിയുടെ പ്രഭാതമായി തീരട്ടെ. ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. എന്തിനാ ദൈവം നമ്മെ ശക്തീകരിക്കുന്നത്? ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കേണ്ടതിന്, ശത്രുവിൻ്റെ ആയുധങ്ങളെ നിർവീര്യമാക്കേണ്ടതിന്, ശത്രുവിൻ്റെ ആലോചനകളെ ഇല്ലാതാക്കി കളയേണ്ടതിന്. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ തൻ്റെ ജനത്തെ ശക്തീകരിക്കുന്ന മഹാദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാം, ചില മനുഷ്യരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മെ അശക്തരാക്കുമ്പോൾ, ജീവിക്കണമെന്നുള്ള ചിന്ത പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുമ്പോൾ, അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ മാനസികമായും നമ്മൾ തളർന്ന് ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ, ഈ തിരുവചനം നമ്മോട് പറയുകയാണ്, നമ്മുടെ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്, അഥവാ ശക്തി നൽകി തരുന്ന ദൈവമാണ്. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജയോത്സവമായി മുന്നേറുവാൻ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. രണ്ടാമത്തെ കാര്യം, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. ബലമില്ലാതെ ക്ഷീണിച്ചു പോയാൽ അവനെ മാറ്റി നിർത്തുമെന്നും കൂട്ടത്തിൽ ചേർക്കാതെ തള്ളിക്കളയുമെന്നും അല്ല ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അവനെ ബലവാനാക്കി മാറ്റും, അശക്തനെ ശക്തനാക്കി മാറ്റും, ബലഹീനമായിരിക്കുന്നവനെ ബലവാനാക്കി മാറ്റും. ഈ പകൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? തിരുവചനം വായിക്കുമ്പോൾ ഏലിയാവ് പ്രതിസന്ധികളുടെ മുൻപിൽ ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ, മരിച്ചാൽ മതി എന്നുള്ള ചിന്തയോടെ ഇരിക്കുമ്പോൾ, ദൈവം ഏലിയാവിനെ ബലപ്പെടുത്തിയ സാഹചര്യം നമുക്കറിയാം. ഈ പ്രഭാതത്തിൽ പ്രിയരെ, ഏതെങ്കിലുമൊക്കെ ആകുലതകളുടെ മുൻപിൽ അയ്യോ എനിക്ക് ശക്തിയില്ല എന്നും ഞാൻ ബലഹീനനാണെന്നും ആരെങ്കിലും പറയുന്നെങ്കിൽ, രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ആരെങ്കിലും ജീവിതയാത്രയിൽ ക്ഷീണിച്ചു പോയാൽ, ആരെങ്കിലും ജീവിതയാത്രയിൽ തളർന്നു പോയാൽ അവന് ശക്തി നൽകുന്ന ദൈവം. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും കൂട്ടത്തിന്റെ നടുവിൽ ബലഹീനനായി പോയാൽ അവനെ ബലപ്പെടുത്തുന്ന ദൈവം. പ്രിയരെ, വചനം അയച്ച് നമ്മെ ബലപ്പെടുത്തുകയും വാഗ്ദത്തങ്ങൾ തന്ന് നമ്മെ ശക്തീകരിക്കുകയും തൊട്ട് കൈക്ക് പിടിച്ച് നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹാദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ പ്രശ്നങ്ങൾ എത്ര പർവ്വത സമമാണെങ്കിലും, മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിലുണ്ടെങ്കിലും, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ദൈവത്താൽ വലിയ അത്ഭുതങ്ങൾ നടക്കും, ദൈവത്താൽ വലിയ വീര്യപ്രവർത്തികൾ നടക്കും. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടുത്തെ ബലവും അധികാരവുമുള്ള കരം നീട്ടുന്നത് കൊണ്ട് നന്ദി. ആരെങ്കിലും ബലഹീനപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ശക്തിയില്ലാതിരിക്കുന്നെങ്കിൽ, ദൈവം ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.